ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ശ്രീലങ്കൻ പരമ്പര ഇന്ന് ആരംഭിക്കുകയാണ്. 3 മത്സരങ്ങളടങ്ങിയ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് നടക്കാനിരിക്കുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വെല്ലുവിളികൾ ഒരുപാടാണ്. ഗൗതം ഗംഭീർ എന്ന പുതിയ പരിശീലകന് കീഴിൽ ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ പരമ്പരയാണ് ശ്രീലങ്കയ്ക്കെതിരെ. കൂടാതെ ഹർദിക് പാണ്ഡ്യയെ മാറ്റി സൂര്യകുമാർ യാദവിനെ നായകനാക്കി ഇന്ത്യ ഇറങ്ങുമ്പോൾ എങ്ങനെയാവും ടീമിന്റെ പ്രകടനമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സൂര്യകുമാർ യാദവിന്റെ കാര്യം പറയുകയാണെങ്കിൽ T20യിൽ മികച്ച റെക്കോർഡുള്ള ബാറ്റ്സ്മാൻ ആണെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ അനുഭവ സമ്പത്തില്ല. അതുകൊണ്ട് തന്നെ സമ്മർദ്ദഘട്ടത്തിലെ പ്രകടനമടക്കം കാത്തിരുന്ന് കണ്ടറിയണം. ഇപ്പോഴിതാ ഇന്ത്യയുടെ നായകനാവുമ്പോൾ സൂര്യകുമാർ യാദവ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ പരിശീലകനായ രവിശാസ്ത്രി. ബൗളർമാരുടെ കരുത്ത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നാണ് രവിശാസ്ത്രി പറയുന്നത്. ഇന്ത്യയുടെ നായകനാകുമ്പോൾ സൂര്യകുമാർ യാദവ് ഒരു കാര്യം തിരിച്ചറിയേണ്ടതായുണ്ട്. അത് തങ്ങളുടെ ബൗളർമാരുടെ കരുത്ത് എന്താണെന്നും പരിമിതി എന്താണെന്നുമാണ്. ഒരു ബൗളർക്ക് ഇത്തരം ഒരു ദൗർബല്യമുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവരുടെ കരുത്തിനെ കുറിച്ചും പ്രത്യേകമായി പറയാനാവില്ല. മികച്ച രീതിയിൽ ഫീൽഡിംഗ് വിന്യസിക്കുന്ന കാര്യത്തിലും സൂര്യ ശ്രദ്ധ നൽകേണ്ടതായുണ്ട്. ഇക്കാര്യങ്ങളാണ് സൂര്യകുമാർ പഠിക്കേണ്ടത്. സൂര്യയുടെ പ്രതിഭ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നിലവിലെ ഏറ്റവും മികച്ച T20 ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ്. സ്വയം മാച്ച് വിന്നറായ താരമാണവൻ. എപ്പോഴും തൻ്റെതായ വ്യത്യസ്തമായ പ്രകടനം നടത്താൻ അവന് സാധിക്കാറുണ്ട്. സൂര്യയെ നായകനാക്കിയത് മോശമായ തീരുമാനമാണെന്ന് ഒരിക്കലും പറയാനാവില്ല. ഇത്തരത്തിലാണ് ICC റിവ്യൂ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിൽ രവിശാസ്ത്രി പറഞ്ഞത്. സൂര്യകുമാർ യാദവ് മികച്ച 2020 ബാറ്റ്സ്മാൻ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ മികച്ച ക്യാപ്റ്റൻ ആവുക എന്നത് കാലം തെളിയിക്കേണ്ടതാണ്. T20 ലോകകപ്പ് നേടിയതിനു ശേഷം ഇന്ത്യ സീനിയർ താരങ്ങളോടെ കളിക്കുന്ന ആദ്യത്തെ പരമ്പരയാണിത്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻ ടീമിന്റെ പ്രകടനം ഇന്ത്യ കാഴ്ചവെക്കേണ്ടതായുണ്ട്. അല്ലാത്ത പക്ഷം സൂര്യയ്ക്കും ഗംഭീറിനും വലിയ വിമർശനം നേരിടേണ്ടതായി വരും. T20യിലെ അനുഭവ സമ്പത്ത് സൂര്യയ്ക്ക് ഗുണം ചെയ്യും. എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിലെ പരിചയ സമ്പത്ത് കുറവ് തിരിച്ചടിയാവാനാണ് സാധ്യത. സൂര്യയെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രശ്നം ടീമിലെ ഭിന്നത മാറ്റി മുന്നോട്ട് പോവുക എന്നതാണ്. നായക സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി ഹർദിക് പാണ്ഡ്യയെ മാറ്റിയതിൽ താരത്തിന് അതൃപ്തി ഉണ്ടാവും. ഇത് ടീമിനെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാറ്റ്സ്മാൻ എന്ന നിലയിലെ സൂര്യയുടെ പ്രകടനമാണ്. മധ്യ ഓവറുകളിലെ സൂര്യയുടെ കടന്നാക്രമണം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നായകനാവുമ്പോഴുള്ള സമ്മർദ്ദം സൂര്യയുടെ ബാറ്റിംഗ് പ്രകടനത്തെ ബാധിക്കാതെ നോക്കേണ്ടതായുണ്ട്. ക്യാപ്റ്റൻ ആവുമ്പോൾ അടിച്ചു തകർത്ത് കളിക്കൽ ശൈലി സൂര്യകുമാർ മാറ്റുമോ എന്ന കാര്യവും കണ്ടറിയണം.